ഞങ്ങൾ ഈ പ്രാവശ്യം ധ്യാനിപ്പിച്ച മാർട്ടിൻ ആൻ്റണി അച്ഛൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ജെറുസലേമിലെ കുരിശിൻ്റെ വഴിയിൽ ഒരു സ്ഥലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് റോമൻ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. വേറെ ഡിസ്ക്രിപ്ഷനൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റേഷൻ, സെക്കൻഡ് സ്റ്റേഷൻ എന്ന് റോമൻ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുകയാണ്. പക്ഷേ 8ാം സ്ഥലത്ത് മാത്രം ഒരു ഡിസ്ക്രിപ്ഷൻ കാണാം: ഈ കോൺകേഴ്സ്. 8ാം സ്ഥലത്ത് ജെറുസലേമിലെ സ്ത്രീകൾ ഈശോയെ ആശ്വസിപ്പിക്കാൻ വരാണ്. പക്ഷെ അവിടെ ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഈശോ തൻ്റെ കുരിശിൻ്റെ ഭാരമൊക്കെ മറന്നുപോയിട്ട് പിന്നെ അവരെ ആശ്വസിപ്പിക്കുന്നു. ഈ കോൺകേഴ്സ്. ഈശോയുടെ സഹനങ്ങളെ കീഴടക്കാണ്. എൻ്റെ അനിയൻ്റെ കുട്ടി പീഡിയാട്രിക് ICUയിൽ കിടക്കുമ്പോൾ അവനെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഉടുപ്പ് കണ്ടിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നു. തലശ്ശേരിക്കാരനാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് കുട്ടി ICUയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? അച്ഛൻ ജനിച്ചിട്ട് കുട്ടി ആശുപത്രിയിലാണ്, മാമോദീസ കഴിഞ്ഞിട്ടില്ല. അവിടെ കിടക്കുന്ന കുട്ടികളും അവരെ കാത്തിരിക്കുന്ന പാരൻസിൻ്റെയും സങ്കടവും കാത്തിരിപ്പും കാണുമ്പോൾ നമ്മുടെ സങ്കടത്തിൻ്റെ കനം അങ്ങോട്ട് ഇല്ലാതായി പോവും. കോൺകേഴ്സ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ വിജന സ്ഥലത്തേക്ക് പോവാണ്, വിശ്രമിക്കാൻ പോകണമല്ല. ഈശോയുടെ കസിൻ, ഈശോയുടെ ഫ്രണ്ട് ജോൺ കൊല്ലപ്പെട്ടു. ക്രൂരമായ മരണമാണ്. ഈശോ പിൻവാങ്ങുകയാണ്, സങ്കടപ്പെടാനാണ്. പക്ഷെ അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഈശോനെ കാത്തു നിൽക്കുകയാണ്. ആൻഡ് ദേ വെർ സിക്ക് പീപ്പിൾ. ഈശോ ഉടനെ രോഗികളെ സുഖപ്പെടുത്താണ്. പിന്നെ ഈശോയുടെ സങ്കടം മുഴുവൻ അവർ രോഗികളാണ്, അവർക്ക് ഭക്ഷണമില്ല, എങ്ങനെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്ക് നോക്കുമ്പോഴേ നമ്മുടെ സങ്കടങ്ങൾക്ക് തീരെ കനമില്ലാതെ പോവാണ്.